ഏതെങ്കിലും സഭ നേതാവ് എന്നോട് നീ എൻ്റെ കൈ ചുംബിക്കണം, നീ എൻ്റെ മോതിരം മുത്തണം എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ മുത്തണമോ? ഞാൻ സ്നാനപ്പെടുന്നതിന് മുമ്പ് ഞാൻ പ്രസിദ്ധനായ ഒരു ബിഷപ്പിൻ്റെ കൈ മുത്തിയിട്ടുണ്ട്. അത് പാപമാണോ? നമ്മൾ സ്നാനപ്പെടുന്നതിന് മുമ്പ്, ദൈവത്തിൻ്റെ വചന സത്യങ്ങൾ അറിയുന്നതിന് മുമ്പ് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പസ്തോലനായ പത്രോസ് ചെയ്തൊരു കാര്യം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10-24 മുതൽ വായിക്കുന്നു. പിറ്റേ ദിവസം അവർ കേസറിയായിലെത്തി. കൊർണേലിയൂസ് തൻ്റെ ബന്ധുക്കളെയും അടുത്ത സുഹൃത്തുക്കളെയും വിളിച്ചുകൂട്ടി അവരുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പത്രോസ് അകത്ത് പ്രവേശിച്ചപ്പോൾ കൊർണേലിയൂസ് അവനെ സ്വീകരിച്ച് കാൽക്കൽ വീണ് നമസ്കരിച്ചു. എഴുന്നേൽക്കുക, ഞാനും ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് അവനെ എഴുന്നേൽപ്പിച്ചു. എഴുന്നേൽക്കുക, ഞാനും ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് അവനെ എഴുന്നേൽപ്പിച്ചു. ഇവിടെ കൊർണേലിയോസ് പത്രോസിൻ്റെ കാൽക്കൽ വീണ് പത്രോസിനെ നമസ്കരിച്ചു. അപ്പോൾ പത്രോസ് ഇങ്ങനെ ചിന്തിക്കുന്നില്ല, ഞാൻ വലിയ സഭാ നേതാവാണ്, എൻ്റെ കാൽക്കൽ ഇവൻ വീഴട്ടെ. പത്രോസ് എന്താണ് ചെയ്തത്? എഴുന്നേൽക്കുക, ഞാനും ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് അവനെ എഴുന്നേൽപ്പിച്ചു. എത്ര വലിയ സഭയുടെ നേതാവായാലും അദ്ദേഹം ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഒരു സഭാ നേതാവിൻ്റെ മുമ്പാകെ വീണ് നമസ്കരിക്കാനോ അദ്ദേഹം തൻ്റെ കൈ മുത്തുവാൻ നമുക്ക് തരുമ്പോൾ മുത്താനോ പാടില്ല. കാരണം അവരൊക്കെ മനുഷ്യരാണ്. പണ്ട് ബ്രദർ സ്നാനപ്പെടുന്നതിന് മുമ്പ് മോതിരധാരിയായ ഒരു ബിഷപ്പിൻ്റെ കൈമുത്തിയത് ഇക്കാര്യമൊക്കെ അറിയാത്തത് കൊണ്ടാണ്. ഇനി പത്രോസിൻ്റെ കൈവിരലിൽ സ്വർണ്ണമോതിരമൊന്നും ഇല്ല. കാരണം സ്വർണമോ വെള്ളിയോ എനിക്കില്ല എന്ന് പത്രോസ് തന്നെ മുടന്തനെ സൗഖ്യമാക്കുന്ന സന്ദർഭത്തിൽ പറയുന്നുണ്ട്. സ്വർണവും വെള്ളിയും പത്രോസിൻ്റെ കയ്യിലില്ലായിരുന്നു. പത്രോസിന് ഒരു സ്വർണ്ണമോതിരമോ പത്രോസിന് സ്വർണത്തിൻ്റെ ഒരു കുരിശുമാലയോ ഇല്ലായിരുന്നു. പത്രോസ് ആർക്കും തന്നെ പത്രോസിൻ്റെ കൈ സ്വർണ്ണമോതിരമില്ലാത്ത കൈ, ആ സ്വർണ്ണമോതിരമില്ലാത്ത കൈ നീട്ടിക്കൊണ്ട് ജനങ്ങളെ നിങ്ങൾ എൻ്റെ കൈ മുത്തണം എന്നൊരിക്കലും പറഞ്ഞില്ല. പറയാത്തതിൻ്റെ കാരണം പത്രോസ് ഇവിടെ പറയുന്നുണ്ട്. പത്രോസ് ഒരു മനുഷ്യനാണ്. ഇനി ഏതെങ്കിലും സഭാ നേതാവ് വലിയ അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തിയായാലും അദ്ദേഹത്തെയും നാം മഹത്വപ്പെടുത്താൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ മുമ്പാകെ വീണ് നമസ്കരിക്കുകയോ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഏതെങ്കിലും വസ്ത്രം മുത്തുകയോ കൈമുത്തുകയോ ഒന്നും പാടില്ല. അപ്പസ്തോലനായ പൗലോസ് ഒരിക്കൽ ജന്മനാ മുടന്തനായ ഒരുവനെ സൗഖ്യമാക്കി. അത് കണ്ടപ്പോൾ ജനങ്ങൾ പൗലോസിനെ മഹത്വപ്പെടുത്താൻ തുനിയുകയാണ്. പൗലോസിനെ മാല ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പൗലോസ് അതെല്ലാം വിലക്കി. അതായത് എത്ര വലിയ സഭാ നേതാവായാലും എത്ര വലിയ രോഗസൗഖ്യ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളായാലും ഇവരൊക്കെ മനുഷ്യരാണ്. ഇവരെയൊന്നും മഹത്വപ്പെടുത്തുകയോ അവരെ ദൈവങ്ങളായി കരുതുകയോ പാടില്ല. പിന്നെ യേശുക്രിസ്തുവിൻ്റെ ഒരു യഥാർത്ഥ അപ്പസ്തോലനാണെങ്കിൽ മറ്റുള്ളവരോട് നിങ്ങൾ എന്നെ മഹത്വപ്പെടുത്തണം ഇങ്ങനെയുള്ള കാര്യമൊന്നും ആവശ്യപ്പെടുകയേയില്ല. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അപ്പസ്തോലന്മാർ മറ്റു മനുഷ്യർ അവരെ മഹത്വപ്പെടുത്തുവാൻ അഥവാ തുനിഞ്ഞാൽ തന്നെ അത് വിലക്കുകയാണ് ചെയ്യുക. കൊർണേലിയോസ് പത്രോസിൻ്റെ മുമ്പാകെ വീണ് നമസ്കരിച്ചപ്പോൾ പത്രോസ് വിലക്കി. ഒരു രോഗസൗഖ്യം നടന്നതിൻ്റെ പേരിൽ പൗലോസിനെയും
ബർണബാസിനെയും ജനങ്ങൾ പൂജിക്കുവാൻ തുടങ്ങിയപ്പോൾ പൗലോസും ബർണബാസും ജനങ്ങളെ വിലക്കി. അക്കാര്യം നമുക്ക് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 14-ാം അധ്യായം 8 മുതൽ വായിക്കുന്നു. കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്ത്രായിൽ ഉണ്ടായിരുന്നു. ജന്മനാ മുടന്തനായിരുന്ന അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്ത ഈ പ്രവൃത്തി കണ്ട ജനക്കൂട്ടം ലിക്കാവോനിയൻ ഭാഷയിൽ ഉച്ചത്തിൽ പറഞ്ഞു, ദേവന്മാർ മനുഷ്യരൂപം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. അവർ ബർണബാസിനെ സേബൂസ് എന്നും പൗലോസ് പ്രധാന പ്രസംഗകനായിരുന്നതിനാൽ അവനെ ഹെർമസ് എന്നും വിളിച്ചു. നഗരത്തിൻ്റെ മുമ്പിലുള്ള സേവൂസിൻ്റെ ക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളും പൂമാലകളുമായി കവാടത്തിങ്കൽ വന്ന് ജനങ്ങളോട് ചേർന്ന് ബലിയർപ്പിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇതറിഞ്ഞ് അപ്പസ്തോലന്മാരായ ബർണബാസും പൗലോസും വസ്ത്രം കീറി ജനക്കൂട്ടത്തിലേക്ക് ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു, ഹേ മനുഷ്യരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ്? ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ്. വ്യർത്ഥമായ ഈ രീതികളിൽ നിന്ന് ജീവിക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയണമെന്ന് ഞങ്ങൾ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. അവിടുന്നാണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത്. 18-ാം വാക്യം. അവർ ഇപ്രകാരം പറഞ്ഞ് തങ്ങൾക്ക് ബലിയർപ്പിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ കഷ്ടിച്ച് പിന്തിരിപ്പിച്ചു. ഇന്ന് ചില നേതാക്കൾ അവരുടെ കീഴിലുള്ള അണികൾ എത്രമാത്രം അവരെ മഹത്വപ്പെടുത്തുമോ അതിനുള്ള പല വഴികളും തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ മനോഭാവത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു മനോഭാവമായിരുന്നു പത്രോസിനും പൗലോസിനും ബർണബാസിനും ഉണ്ടായിരുന്നത്. യഥാർത്ഥ ക്രിസ്തു ഭക്തർക്കൊക്കെ ഈ മനോഭാവം തന്നെയാണ് ഉള്ളത്. അല്ലാതെ ജനങ്ങളിൽ നിന്ന് ആദരവ്, ബഹുമാനം, പുകഴ്ച പിടിച്ചുപറ്റാനായി പത്രോസോ പൗലോസോ ബർണബാസോ ഒരു ടെക്നിക്കും എടുത്തില്ല. ബൈബിളിൽ കാണാത്ത പാരമ്പര്യങ്ങളും ജപങ്ങളും എനിക്ക് ആത്മരക്ഷ തരുമോ? രക്ഷിക്കപ്പെടുവാൻ എന്താണ് ഒരുവൻ ചെയ്യേണ്ടത്? ബൈബിളിൽ കാണാത്ത ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പാരമ്പര്യങ്ങൾ, ജപങ്ങൾ ആർക്കും ആത്മരക്ഷ നൽകുന്നില്ല. കാരണം പാരമ്പര്യങ്ങൾ മനുഷ്യരുടെ കണ്ടുപിടുത്തത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ്. മനുഷ്യൻ്റെ ബുദ്ധിയിൽ കണ്ടുപിടിക്കുന്ന യാതൊരു ഭക്തിമാർഗവും ആർക്കും ആത്മരക്ഷ നൽകുന്നില്ല. ആത്മരക്ഷ എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ശമ്പളമായ നിത്യനരകാഗ്നിയിൽ നിന്നുള്ള വിമോചനം. കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ ഈ രക്ഷ, ആത്മരക്ഷ തരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം നമ്മോട് പറയുന്നത്, യേശുവിനെ കർത്താവ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ജോലി, വീട്, രോഗസൗഖ്യം, നല്ല പദവികൾ, ഇതൊന്നുമല്ല. നാം ഓരോരുത്തരും ചെയ്ത പാപത്തിന് നാം അനുഭവിക്കേണ്ട നരകശിക്ഷാവധിയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൻ്റെ അവകാശിയാകുക. അതാണ് യഥാർത്ഥ രക്ഷ. മർക്കോസ് 16-ാം അധ്യായം 16-ാം വാക്യം നമ്മോട് പറയുന്നത്, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും. കർത്താവിൻ്റെ വചനപ്രകാരം ജീവിച്ചാൽ മാത്രമേ രക്ഷിക്കപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. പല സഭകൾക്കും പല പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കാണാം. അതെല്ലാം മാനുഷികമാണ്. അവയ്ക്കൊന്നിനും തന്നെ
ആർക്കും ആത്മരക്ഷ നൽകാനുള്ള കഴിവില്ല. എന്നാൽ കർത്താവിൻ്റെ സുവിശേഷത്തിന് ഒരുവനെ രക്ഷിക്കുവാൻ കഴിയും. 1 കൊറിന്തോസ് 15-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നു. സഹോദരരെ, നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്തതുമായ സുവിശേഷം ഞാൻ എപ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങളെ അനുസ്മരിപ്പിക്കാം. 2-ാം വാക്യം, അതനുസരിച്ച് നിങ്ങൾ അചഞ്ചലരായി അതിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാവുകയില്ല. ഇവിടെ അപ്പസ്തോലനായ പൗലോസ് പറയുന്നത് 1-ാം വാക്യത്തിൽ, സഹോദരരെ, നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും. നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏക ആധാരം യേശുക്രിസ്തുവും അവിടുത്തെ വചനങ്ങളുമാണ്. അല്ലാതെ മാനുഷികമായ പാരമ്പര്യങ്ങളോ മാനുഷിക ബുദ്ധിയിൽ ഉദിച്ച വിശ്വാസ പ്രഖ്യാപനങ്ങളോ അല്ല ദൈവമക്കളായ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. സുവിശേഷമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഇവിടെ പൗലോസ് പറയുന്നു, നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്തതുമായ സുവിശേഷം. നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്തതുമായ സുവിശേഷം. ബ്രദർ ജനിച്ചു വളർന്ന പാരമ്പര്യ സഭയിൽ ഒരുപാട് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിലൊക്കെ ബ്രദർ ഒരുപക്ഷെ ഭക്തിയോടെ പങ്കെടുത്തിട്ടുണ്ടായിരിക്കാം. അത്തരത്തിലുള്ള യാതൊരു കർമ്മങ്ങൾക്കും രക്ഷ പ്രദാനം ചെയ്യാനായി കഴിവില്ല. അതെല്ലാം മാനുഷികമായ ആചാരങ്ങളാണ്. എന്നാൽ നമുക്ക് ആത്മരക്ഷ തരുന്നത് സുവിശേഷമാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും സുവിശേഷം തന്നെയാണ്, വ്യർത്ഥമായ പാരമ്പര്യങ്ങളല്ല. അതുകൊണ്ട് പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്തതുമായ സുവിശേഷം ഞാൻ എപ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങളെ അനുസ്മരിപ്പിക്കാം. അതനുസരിച്ച് നിങ്ങൾ അചഞ്ചലരായി അതിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാവുകയില്ല. രക്ഷപ്രദാനം ചെയ്യുവാൻ ശക്തിയുള്ള സുവിശേഷം അപ്പസ്തോലനായ പൗലോസ് കൊറിന്തോസിലുള്ള വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്യുന്ന ഈ സുവിശേഷത്തിലാണ് നിങ്ങൾ നിലനിൽക്കേണ്ടത്. ഏതെങ്കിലും സഭകളുടെ മാനുഷിക പാരമ്പര്യങ്ങളോ അവർ പ്രചരിപ്പിക്കുന്ന ജപങ്ങളോ അനുഷ്ഠാനങ്ങളോ അതൊന്നുമല്ല ദൈവമക്കളായ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. സുവിശേഷമാണ്, ദൈവത്തിൻ്റെ വചനമാണ്, വിശുദ്ധ ബൈബിളാണ്. എന്നിട്ട് പൗലോസ് പറയുന്നു, ഇതിൽ നിങ്ങൾ നിലനിൽക്കണം. പൗലോസ് പറയുന്നത് ഏതെങ്കിലും വ്യർത്ഥമായ പാരമ്പര്യങ്ങളിൽ നിങ്ങൾ നിലനിൽക്കാനല്ല. പൗലോസ് പ്രസംഗിച്ച രക്ഷപ്രദാനം ചെയ്യുന്ന സുവിശേഷത്തിൽ അടിയുറച്ച് നിൽക്കാനാണ് പൗലോസ് ഇവിടെ ദൈവാത്മാവിൽ പ്രബോധിപ്പിക്കുന്നത്. 2-ാം വാക്യം, അതനുസരിച്ച് നിങ്ങൾ അചഞ്ചലരായി അതിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാവുകയില്ല. ആ സുവിശേഷം അനുസരിച്ച് ബ്രദറും ഞാനും എല്ലാവരും അചഞ്ചലരായി ഇളകാത്തവരായി ഉറച്ചു നിന്നാൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാവുകയില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പാരമ്പര്യ നിമിത്തം നിങ്ങൾ ദൈവവചനത്തെ വ്യർത്ഥമാക്കുന്നു, അതുകൊണ്ട് നിങ്ങളുടെ ആരാധന ദൈവം സ്വീകരിക്കുകയില്ല. ഇതുപോലെ നമുക്ക് രക്ഷപ്രദാനം ചെയ്യുന്ന സുവിശേഷത്തിന് വിപരീതമായ ചടങ്ങുകളിലേക്ക് പോയാൽ രക്ഷ നഷ്ടപ്പെടും. മർക്കോസ് 7-ാം അധ്യായം 6 മുതൽ വായിക്കുന്നു. അവൻ പറഞ്ഞു, കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് ഏശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു,
ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു. മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അവൻ തുടർന്നു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു. ഇന്നും ഈ 21-ാം നൂറ്റാണ്ടിലും ദൈവകൽപ്പനയെ അവഗണിച്ച് പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുന്നവരോട് കർത്താവായ യേശുക്രിസ്തുവിന് പറയാനുള്ളത് ഇക്കാര്യം തന്നെയാണ്. വീണ്ടും വായിക്കുന്നു, ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അവൻ തുടർന്നു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു. ഇന്നും മനുഷ്യരുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി ദൈവകൽപ്പന കൗശലപൂർവം അവഗണിക്കുന്നവരുണ്ട്. വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിൽ എത്ര പെരുന്നാളുകൾ ഉണ്ടായിരുന്നു? ഏതെങ്കിലും വിശുദ്ധരെ ഓർമ്മിക്കുവാനായി പഴയ നിയമത്തിൽ പെരുന്നാളുകൾ ഉണ്ടായിരുന്നുവോ? ബൈബിളിലെ പഴയ നിയമത്തിൽ പ്രധാനമായും 7 പെരുന്നാളുകളുണ്ട്. എന്നാൽ പഴയ നിയമത്തിലെ ഈ പെരുന്നാളുകളിൽ ഒരെണ്ണം പോലും ഏതെങ്കിലും മരിച്ച വിശുദ്ധരെ ഓർമ്മിക്കാനായി ഉണ്ടായിരുന്നില്ല. അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. പക്ഷേ അബ്രഹാം മരിച്ചപ്പോൾ അബ്രഹാമിൻ്റെ ഓർമ്മയ്ക്കായി പെരുന്നാൾ ഇസ്രായേൽ ജനം നടത്തിയില്ല. മോശ ശക്തനായ പ്രവാചകനായിരുന്നു. പക്ഷേ മോശ മരിച്ചപ്പോഴും മോശയുടെ ഓർമ്മ കൊണ്ടാടാനായി ഇസ്രായേൽ ജനത ഒരു പെരുന്നാൾ നടത്തിയില്ല. ഏലിയാവ്, ഏലീശ ഇവരൊക്കെ ശക്തരായ പ്രവാചകന്മാരായിരുന്നു. അവരുടെ കാലശേഷം അവരെ ഓർമ്മിക്കുവാനായി പെരുന്നാളുകളൊന്നും നടത്തിയില്ല. പഴയ നിയമത്തിൽ പറയുന്ന 7 പ്രധാനപ്പെട്ട പെരുന്നാളുകൾ, ഉത്സവങ്ങൾ, ഇതെല്ലാം യഹോവയുടെ ഉത്സവങ്ങളായിരുന്നു. മരിച്ചുപോയ വിശുദ്ധരെ ഓർക്കുവാനായി യഹൂദ ജനതയ്ക്ക് ഒരു പെരുന്നാൾ നടത്തുവാൻ യഹോവ കൽപ്പന കൊടുത്തിട്ടില്ല. എല്ലാ പെരുന്നാളുകളും കർത്താവിൻ്റെ പെരുന്നാളുകളായിരുന്നു. പഴയ നിയമത്തിലെ ഒന്നാമത്തെ പെരുന്നാൾ പെസഹ. ഇസ്രായേൽക്കാരുടെ വീണ്ടെടുപ്പിൻ്റെ പ്രാധാന്യം കുറിക്കുന്നതാണ് ഈ പെസഹ ആചരണം. അന്ന് അവർ ആട്ടിൻകുട്ടിയെ കൊന്ന് ഭക്ഷിക്കും. ഇനി പഴയ നിയമത്തിലെ രണ്ടാമത്തെ പെരുന്നാൾ ഫീസ്റ്റ് ഓഫ് അൺലെവൻഡ് ബ്രെഡ്, അല്ലെങ്കിൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. ഈ പെരുന്നാളിന് ബ്രെഡ് അല്ലെങ്കിൽ അപ്പം ഈസ്റ്റോടുകൂടി തിന്നാൻ പാടില്ല. ഈസ്റ്റ് അല്ലെങ്കിൽ പുളിപ്പ് പാപത്തെയാണ് കാണിക്കുന്നത്. യഹൂദർക്ക് ലഭിച്ച മൂന്നാമത്തെ പെരുന്നാൾ ആദ്യഫല പെരുന്നാളാണ്, ഫീസ്റ്റ് ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്സ്. നാലാമത്തെ പെരുന്നാൾ പെന്തക്കോസ്ത് പെരുന്നാളാണ്. പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ 50-ാം ദിവസം എന്നാണ് അർത്ഥം. പഴയ നിയമത്തിലെ പെന്തക്കോസ്ത് പെരുന്നാൾ ഒരു സന്തോഷത്തിൻ്റെ ഉത്സവമായിരുന്നു. അന്ന് ഗോതമ്പിൻ്റെ ആദ്യ വിളവ് ഇസ്രായേൽക്കാർ കർത്താവിന് വഴിപാടായി നൽകും. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നതിന് ശേഷം 50-ാം ദിവസമാണ് സീനായ് മലയിൽ വെച്ച് ദൈവം തൻ്റെ നിയമങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് നൽകുന്നത്. അതിനെ ഓർമ്മിക്കുന്നതാണ് പെന്തക്കോസ്ത് തിരുനാൾ. പുതിയ നിയമത്തിൽ ഈ പെന്തക്കോസ്ത് ദിനത്തിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. പഴയ നിയമത്തിലെ 5-ാമത്തെ പെരുന്നാൾ കാഹളപ്പെരുന്നാൾ, ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സ്. ഇസ്രായേൽ ജനത ഈ പെരുന്നാളിൻ്റെ ദിവസം ഒരു വിശുദ്ധ സഭായോഗത്തിൽ ഒന്നിച്ചുകൂടും. കാഹളനാദങ്ങളും യാഗങ്ങളും കൂടെ അവർ ഒരുമിച്ച് കൂടും. ദൈവം ഇസ്രായേൽക്കാരോട് കാണിച്ച നന്മകൾക്കായി നന്ദി പറയുവാൻ അവർ ദൈവമുമ്പാകെ ഒന്നുകൂടുമായിരുന്നു. ഈ കാഹളപ്പെരുന്നാൾ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കാണിക്കുന്നു.
ദൈവത്തിൻ്റെ കാഹളനാദത്തോടുകൂടെ കർത്താവായ യേശു ക്രിസ്തു ആഗതനാകും. ക്രിസ്തുവിൻ്റെ തേജസ്സേറിയ രണ്ടാമത്തെ വരവിൻ്റെ ഒരു നിഴലായി കാഹളപ്പെരുന്നാളിനെ നമുക്ക് കാണാവുന്നതാണ്. ഏഴാമതായി കൂടാരത്തിരുന്നാൾ. ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. അവരുടെ കൂടെ ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യമുണ്ട്. അതിനെ കാണിക്കുന്നതാണ് കൂടാരത്തിരുന്നാൾ. ഈ കൂടാരത്തിരുന്നാൾ വരാനിരിക്കുന്ന വാഗ്ദത്ത മശിഹായെ കൂടെ സൂചിപ്പിക്കുന്നതാണ്. പുതിയ നിയമത്തിൽ വെളിപ്പാടിൽ പറയുന്നുണ്ട്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. മോശയ്ക്ക് നൽകപ്പെട്ട ന്യായപ്രമാണം ഇന്നും യഹൂദന്മാർ പാലിച്ചു വരുന്നു. എന്നാൽ ഈ തിരുനാളുകൾ അവർ ആഘോഷിക്കുമ്പോൾ സ്വരൂപവണക്കമോ പ്രതിമ ആരാധനയോ അവർ നടത്തുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം നാം ശ്രദ്ധിക്കണം. ഇന്നത്തെ യഹൂദന്മാർ കർത്താവിൻ്റെ തിരുനാളുകൾ ആചരിക്കുമ്പോൾ അബ്രഹാമിൻ്റെ പ്രതിമയോ മോശയുടെ പ്രതിമയോ ഏലിയാവിൻ്റെ പ്രതിമയോ അവരുടെ മുമ്പാകെ ഇല്ല. അവർ പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെയോ രാജാക്കന്മാരുടെയോ ഓർമ്മയ്ക്ക് വേണ്ടി പ്രതിമകൾ ഉണ്ടാക്കി അവയെ തോളിലേറ്റുകയോ എഴുന്നള്ളിക്കുകയോ മാല ചാർത്തുകയോ ആ പ്രതിമയുടെ നേരെ തിരിഞ്ഞു നിന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം ഒരു സ്വരൂപമോ പ്രതിമയോ ഉണ്ടാക്കരുത്, അവയെ വണങ്ങരുത്, അവയെ ആരാധിക്കരുത് എന്നുള്ള 10 കൽപ്പനകളിലെ രണ്ടാമത്തെ കൽപ്പന ഇപ്പോഴും യഹൂദന്മാർ കാത്തുപാലിക്കുന്നു. അതുകൊണ്ടാണ് യഹൂദന്മാർ കർത്താവിൻ്റെ തിരുനാളുകൾ നടത്തുമ്പോൾ യാതൊരു രീതിയിലുമുള്ള വിഗ്രഹാരാധനയോ പ്രതിമാ വണക്കമോ നടത്താതിരിക്കുന്നത്. 10 കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പന പുറപ്പാട് 20-ാം അധ്യായം 3-4 വാക്യങ്ങൾ. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ വണങ്ങുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3-4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. നിയമാവർത്തനം 4-ാം അധ്യായം 15 മുതൽ 18 വരെ. അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ. ഹോറേബിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല. അതിനാൽ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിൻ്റെയോ ആകാശത്തിലെ ഏതെങ്കിലും പറവയുടെയോ നിലത്തിടയുന്ന ഏതെങ്കിലും ജന്തുവിൻ്റെയോ ഭൂമിക്കടിയിലെ ജലത്തിൽ വസിക്കുന്ന ഏതെങ്കിലും മത്സ്യത്തിൻ്റെയോ സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇപ്പോൾ സിസ്റ്റർ വായിച്ച വചനഭാഗം ബ്രദർ വ്യക്തമായി കേട്ടല്ലോ. കൊളോസോസ് 2-ാം അധ്യായം 16-17 വാക്യങ്ങൾ. ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. അതുപോലെ തന്നെ ഉത്സവങ്ങളുടെയും അമാവാസിയുടെയും സാപത്തിൻ്റെയും ആചരണത്തിലും. ഇവയെല്ലാം വരാനിരുന്നവൻ്റെ വെറും പ്രതിച്ഛായകൾ മാത്രം. യാഥാർത്ഥ്യമാകട്ടെ ക്രിസ്തുവും. ഇവയെല്ലാം, അതായത് പഴയ നിയമത്തിലെ സകല ഉത്സവങ്ങളും വരാനിരുന്നവൻ്റെ, അതായത് യേശു ക്രിസ്തുവിൻ്റെ വെറും പ്രതിച്ഛായകൾ മാത്രം. യാഥാർത്ഥ്യമാകട്ടെ ക്രിസ്തുവും. യാഥാർത്ഥ്യമായ ക്രിസ്തു ഇപ്പോഴിതാ വിശ്വാസിയുടെ ഹൃദയത്തിൽ വസിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് അവിടുന്ന് സ്വർഗത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അതുകൊണ്ട് നിഴലുകളായ സാദൃശ്യങ്ങളായ തിരുനാളുകൾക്കും ഉത്സവങ്ങൾക്കും അമാവാസിക്കും ശാബത്തിനും ഇനി പ്രസക്തിയില്ല. അപ്പസ്തോലന്മാരായ യോഹന്നാനും യാക്കോബും പൗലോസും
പത്രോസും ദൈവസഭയ്ക്കുള്ള ലേഖനങ്ങൾ എഴുതുമ്പോൾ ഒരിക്കൽ പോലും ക്രിസ്ത്യാനികൾ തിരുനാളുകൾ ആഘോഷിക്കണമെന്ന് പറയുന്നില്ല. കാരണം ഇതാണ് യാഥാർത്ഥ്യമായ ക്രിസ്തു ജീവിക്കുന്നു, നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. പുതിയ നിയമത്തിൽ ക്രിസ്ത്യാനികൾക്ക് യാതൊരു തിരുനാളുകളും ഇല്ല. വർഷത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിന് മറ്റു ദിവസങ്ങളെക്കാളും പ്രാധാന്യം കൊടുത്ത് ആഘോഷങ്ങൾ നടത്തുവാൻ ക്രിസ്ത്യാനിക്ക് അനുവാദമില്ല. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 8 മുതൽ വായിക്കുന്നു. ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു. ആകയാൽ ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ച ശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? എന്ത്, ഒരിക്കൽ കൂടി അവയുടെ സേവകരാകാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവോ? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്നു പോലും. നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വൃഥാവിലായോ എന്നു ഞാൻ ഭയപ്പെടുന്നു. 10-11 വാക്യങ്ങൾ. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്നു പോലും. നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വൃഥാവിലായോ എന്നു ഞാൻ ഭയപ്പെടുന്നു. അപ്പസ്തോലനായ പൗലോസ് യഥാർത്ഥ സുവിശേഷം ഈ ഗലാത്യ സഭയിലെ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദിവസങ്ങളും മാസങ്ങളും ഒന്നും ആചരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള നിയമങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനികൾ സ്വതന്ത്രരാണ്. പക്ഷേ പൗലോസിൻ്റെ അഭാവത്തിൽ ഗലാത്യ സഭയിലേക്ക് ചില ദുരുപദേശകർ വന്ന് ഇപ്രകാരം പഠിപ്പിച്ചു ക്രിസ്ത്യാനികളോട്: നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും ആചരിക്കണം. ഈ ദുരുപദേശകരുടെ ദുരുപദേശം കേട്ട് സത്യസുവിശേഷത്തിൽ നിന്ന് ഗലാത്യ വിശ്വാസികൾ അകന്നു. ആ സങ്കടത്തോടും വേദനയോടും കൂടെ പൗലോസ് അവരെ പ്രബോധിപ്പിക്കുകയാണ്: നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്നു പോലും. നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വൃഥാവിലായോ എന്നു ഞാൻ ഭയപ്പെടുന്നു. പണ്ട് കർത്താവിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഗലാത്യയിലുള്ളവർ ദിവസങ്ങളും വർഷങ്ങളും ഋതുക്കളുമൊക്കെ ആചരിക്കുന്ന സ്വഭാവത്തിൽപ്പെട്ടവരായിരുന്നു. ഇന്നും ലോകത്തിലെ പല മതങ്ങളിലും ചില ദിവസങ്ങൾക്ക് പ്രത്യേകത, വർഷത്തിലെ ഒരു മാസത്തിന് പ്രത്യേകത, വർഷത്തിലെ ഒരു പ്രത്യേക ആഴ്ചയ്ക്ക് പ്രത്യേകത, അത് കൊടുക്കുന്ന ധാരാളം മതങ്ങൾ ഇന്ന് ഈ ലോകത്തിലുണ്ട്. എന്നാൽ ഈ ലോകത്തിലെ ഇത്തരം സമ്പ്രദായങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ക്രിസ്തുവിൻ്റെ മാർഗം. എന്നാൽ ക്രിസ്തുവിൻ്റെ മാർഗം സ്വീകരിച്ചവർ തന്നെ ഋതുക്കളും മാസങ്ങളും വർഷങ്ങളുമൊക്കെ ആചരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ വഴിതെറ്റിപ്പോയല്ലോ. ആ സങ്കടം കൊണ്ടാണ് ഗലാത്യ ലേഖനം ഗലാത്യ വിശ്വാസികൾക്ക് പൗലോസ് എഴുതുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനികളായ നമുക്ക് വർഷത്തിൽ ഏതെങ്കിലും ഒരാഴ്ച മറ്റുള്ള ആഴ്ചകളെക്കാളും പ്രത്യേകതയുള്ള ആഴ്ചയല്ല. ക്രിസ്ത്യാനികളായ നമുക്ക് വർഷത്തിലെ ഏതെങ്കിലും ദിവസം മറ്റേതെങ്കിലും ദിവസത്തേക്കാളും പ്രാധാന്യമുള്ളത് അല്ല. ക്രിസ്ത്യാനികളായ നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക മാസം, മെയ് മാസമോ ഒക്ടോബർ മാസമോ ആഗസ്റ്റ് മാസമോ മറ്റു മാസങ്ങളെക്കാളും പ്രാധാന്യമുള്ളത് അല്ല. ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും ആചരിക്കാൻ പാടില്ല.